12,500 പ്രോഫിറ്റ് തന്നിട്ടുള്ള ഈ ഒരു ട്രേഡ് 1:5 റിസ്ക് റിവാർഡ് തന്നിട്ടുള്ള ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, ലൈവായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകും. ഹായ് ട്രേഡേഴ്സ്, നമ്മളുടെ പുതിയൊരു ബ്രേക്ക് ഡൗൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക് ഡൗണിൽ എന്താണ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മാർക്കറ്റിലൊരു റാലി ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റും ഉണ്ടാവും. ഈ മൂവ്മെൻറ്റ് മൊത്തം ക്യാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റാറില്ല അല്ലേ? അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെയാണ് ഞാൻ ക്യാച്ച് ചെയ്തിട്ടുള്ളത്? കംപ്ലീറ്റ് റാലി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്ലാൻ ആണ് കേട്ടോ. ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കുള്ള നമ്മളുടെ ബയാസിലേക്കുള്ള പ്ലാനിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഇന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഒരു 1:4 റിസ്ക് റിവാർഡാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്. സോ ഇതെങ്ങനെയാണ് നമ്മൾ ഇന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ റിസ്ക് ഞാൻ ചെയ്തിട്ടുള്ളത്, എത്രയാണ് ഇവിടെ പ്രോഫിറ്റ് വന്നിട്ടുള്ളത്, യൂസ് ചെയ്ത റിസ്ക് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 3,000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 0.7% ആണ് ഞാനിവിടെ ക്യാപിറ്റലിൻ്റെ എൻ്റെ റിസ്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 4x ആണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ 4 റിസ്കിൻ്റെ 4 ഇരട്ടിയാണ് റിവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താ 1:4 റിസ്ക് റിവാർഡാണ് നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ ടൈം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ക്വാണ്ടിറ്റി പല സമയത്ത് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 150 ക്വാണ്ടിറ്റി ഫസ്റ്റ് ട്രെയിൽ ചെയ്ത് നിയർ ടാർഗറ്റിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ക്വാണ്ടിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, എക്സിറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇത് എങ്ങനെയാണ് കറന്റ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നുള്ളത്, എന്തൊക്കെ ഡിസിഷൻസ് ആണ്, എന്തൊക്കെയാണ് അവിടെ മൈൻഡ് സെറ്റിൽ വരിക അല്ലെ? ഒരു ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? എക്സിറ്റ് ചെയ്യണോ, ടാർഗറ്റ് ചെയ്യണോ, ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിനെല്ലാത്തിനും നമുക്ക് ഇന്നൊരു സൊല്യൂഷൻ കൊണ്ടുവരാം. ഓക്കെ, അപ്പം നേരെ നമുക്ക് ലൈവ് മാർക്കറ്റിലേക്ക് പോയാലോ? വാ. നമ്മൾ ഇവിടെ ഒരു എൻട്രി കയറിയിട്ടുണ്ട്. ഇതാണ് പ്രീമിയം, ഇതാണ് നമ്മളുടെ എൻട്രി. നമ്മൾ ഇന്നത്തെ പ്ലാനിലേക്കുള്ള ഒരു എൻട്രിയാണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 10 പോയിന്റ്സ് എടുത്താണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ളത്. 10 പോയിന്റ്സ് ഇല്ലാമോ? 10 പോയിന്റ്സ് എടുത്താണ് ഏകദേശം 99 ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ. സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം. സോ ഇതിലെടുത്തിട്ടുള്ള നമ്മൾ ഏകദേശം 300 ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 3,000 റുപ്പീസാണ്. നമ്മൾ ഒരു 0.728 ആണ് നമ്മളതിൽ റിസ്ക് എടുത്തിട്ടുള്ളത്. ടാർഗറ്റ് നമ്മൾ 1:4 ആണ് ടോട്ടൽ ടാർഗറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1:4.9 ആണ്. പക്ഷേ നമ്മളുടെ 1:2 എന്നുള്ള ക്രൈറ്റീരിയ ആണ് നമ്മൾ മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യണേ. ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും ബാക്കി ഡിസിഷൻസ് ഒക്കെ നമ്മൾ നോക്കുക. പ്രീമിയം ഓൾമോസ്റ്റ് നല്ലൊരു ഡിസ്കൗണ്ടിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നോർമലി ഈ ഒരു സ്വിംഗ് ആണ് കറസ്പോണ്ടിങ് ഈ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ കുറച്ചും കൂടി ബഫർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കറൻറ്റ്ലി ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം 4 to 5 പോയിന്റ്സ് കീപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മളൊരു ബഫർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് അത്യാവശ്യം വോളിയം കുറഞ്ഞിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ആയതുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബഫർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു വെയിറ്റ് ചെയ്യാം. ഈ ഒരു പ്ലാനിലേക്ക്, ഈ ഒരു ഡൗൺ സൈഡ് പ്ലാനിലേക്കാണ് ഈ ഒരു എക്സിക്യൂഷൻ നോക്കിയിട്ടുള്ളത് കേട്ടോ. ഒരു കണ്ടിന്യൂഷൻ പ്ലാനാണ് ഡൗൺ സൈഡിലേക്ക്. ഇതൊരു റിസ്ക് എൻട്രി ആണ്. കാരണം ഇവിടെ നിന്നൊരു ബുള്ളിഷ് ആയിട്ടുള്ള സിനാരിയോ മാർക്കറ്റ് ഡെയിലി ടൈം ഫ്രെയിമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ കണ്ടീഷനാണ്. ഇതൊരു ഇൻറ്റേർണലി ഉള്ള മൊമെൻറ്റത്തിൻ്റെ ഒരു FUGയിലേക്ക്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഒരു ഇക്വിലിബ്രിയം ലെവലും ഉണ്ട്. സോ ഇത് രണ്ടും കൂടി കോറിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പാണ്. സറൗണ്ട് നമ്മളുടെ ഒരു 1:2 എന്നുള്ളൊരു ക്രൈറ്റീരിയയിലേക്ക് ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ 5,000 എടുത്ത് നമ്മൾ 1:2 എന്ന് പറയുമ്പോൾ 6,000. അപ്പോൾ ഈ ഒരു പ്രൈസിലാണ് നമുക്ക് ആ ഒരു RR വരിക. മെയിൻലി നമ്മൾ ടാർഗറ്റ് ചെയ്യണേ ഈ ഒരു പ്രൈസ് 1:3.8 എന്നുള്ള ഒരു പ്രൈസാണ്. പ്രീമിയത്തിൽ നമ്മൾ കുറച്ച് ബഫർ ഇട്ടുകൊണ്ടിട്ടാണ് നമുക്ക് 1:2 കൂടെ കിട്ടാത്തത്. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ പ്രീമിയം നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളിത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, കുറച്ച് ബഫർ താഴേക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ലെവലിലാണെങ്കിൽ കറൻറ്റ്ലി മൂവ് ചെയ്തിട്ടുള്ള മൊമെൻറ്റം വെച്ചിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള RR എന്ന് പറഞ്ഞാൽ ഏകദേശം 1:4 ഓൾമോസ്റ്റ് ഇവിടെ. പക്ഷേ ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് ഞാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് മൊമെൻറ്റം വളരെ സ്ലോലി ആയിട്ടുള്ളതുകൊണ്ട് ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടലി പ്ലാനിലേക്ക് സ്കെയിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ 4 എനിക്ക് റിസ്ക് റിവാർഡ് ഈ 4 പോയിന്റ്സ് ആയിരിക്കും നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 300 ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. നമ്മളൊരു 3,000 റുപ്പീസാണ് ഇതിൽ റിസ്ക് ചെയ്തിട്ടുള്ളത്, മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ 10 പോയിന്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ 3,000 ഡിവൈഡ് ബൈ 10 ക്വാണ്ടിറ്റിയാണ് നമ്മൾ 300 എടുത്തിട്ടുള്ളത്, മനസ്സിലാവും. ഈ ടാർഗറ്റിൻ്റെ ആ ഒരു സോണിലേക്ക് എത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് എന്ത് ചെയ്യണം,
ട്രെയിൽ ചെയ്യാം. കറൻ്റ്ലി ബ്രേക്കിങ്ങിൽ ട്രെയിൽ ചെയ്തേക്കാണ്. ഓക്കെ. സോ ഇനി നമ്മൾ ഇത് ത്രൂ ടാർഗറ്റ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മെയിൻലി ഈ ഒരു ലോ വരെ. ഡേ ലോ നമുക്കൊരു അലേർട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അതേപോലെ നമ്മുടെ ടാർഗറ്റ് ലെവലിലേക്ക് ഒരു അലേർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ നിന്ന് അഗെയിൻ മാർക്കറ്റ് അപ്പ് സൈഡിലേക്കുള്ള കണ്ടിന്യൂഷൻ ഉണ്ടാവാനുള്ള ചെറിയ പോസിബിലിറ്റി ഉള്ള സോണാണ് ഈ പറയുന്ന ലെവൽ 0.5 എന്നുള്ള ഈ ഒരു ഇക്വിലിബ്രിയം ലെവൽ. സോ അതുകൊണ്ട് നമ്മൾ അവിടെ വരെ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. താഴേക്ക് വരാമെന്ന് വെച്ചാൽ അഗെയിൻ താഴേക്ക് കണ്ടിന്യൂഷൻ തരാനുള്ള പോസിബിലിറ്റീസ് 15 മിനിറ്റിലുണ്ട്. മേ ബി ഈ പറയുന്ന കംപ്ലീറ്റ് ബാലൻസ് വേണമെങ്കിൽ ടേക്ക് ചെയ്യണമെങ്കിൽ അത് ടേക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ആ ടോട്ടലി ഉണ്ടായിട്ടുള്ള മൊമെൻറ്റത്തിൻ്റെ ആ ഒരു ഇക്വിലിബ്രിയം മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ കറൻ്റ്ലി മാർക്കറ്റ് ഏകദേശം 4 ടാർഗറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഇനി വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീമിയത്തിൽ ഏകദേശം 1:2 നിയറാണ് മാർക്കറ്റ് നിൽക്കണേ. സോ നമ്മൾ 30 സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് 50% ക്വാണ്ടിറ്റി ട്രെയിൽ ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, 50% ക്വാണ്ടിറ്റി നമ്മളൊരു 131 ട്രെയിൽ ചെയ്യാനുള്ള പ്ലാനാണ്. ബാക്കി നമ്മൾ ബ്രേക്കിങ്ങിൽ തന്നെ ത്രൂ ഔട്ട് ടാർഗറ്റ് ഹോൾഡ് ചെയ്യണം. 1 ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് നോക്കി അറിയാം. ഇപ്പോൾ നമ്മൾ 150 ക്വാണ്ടിറ്റി ഇവിടെ സെല് ചെയ്തിട്ടുണ്ട്. ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്കിങ്ങിലേക്ക് തന്നെ കൊണ്ടുപോകണം. സോ 1 മിനിറ്റിൽ നമ്മൾ 150 ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് നോക്കുകയാണ്. സോ ഈ ക്യാൻഡിലിന് ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽസിൽ നമ്മൾ ട്രെയിൽ ചെയ്ത് പോകാനുള്ള ഒരു പ്ലാനാണ്. ഓക്കെ, ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വളരെ ടൈം എടുത്തിട്ടുള്ള മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രീമിയത്തിൽ മൂവ്മെൻറ്റ് കുറവാണ്. ഓക്കെ, 150 നമ്മൾ ഈ ഒരു റേഞ്ചിലേക്ക് എന്തെങ്കിലും ട്രെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഈ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ടോട്ടലി ഉള്ള ക്വാണ്ടിറ്റി ട്രെയിൽ ചെയ്യാണ്. കംപ്ലീറ്റ് ടാർഗറ്റ് പോവുകയാണെങ്കിൽ ടോട്ടലി ഉള്ള ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ ട്രെയിൽ ചെയ്യുക കേട്ടോ. നമ്മൾ എന്തായാലും ഇത് എക്സിറ്റ് ചെയ്തിട്ട് 300 ക്വാണ്ടിറ്റി മുകളിലേക്ക് എന്ത് ചെയ്യണം, 300 ക്വാണ്ടിറ്റി ഇങ്ങോട്ട് ട്രെയിൽ ചെയ്യണം. സോ എഗെയിൻ ഈ ഒരു ഇനി നമ്മൾ പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. കംപ്ലീറ്റ് ടാർഗറ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യണം. കറൻ്റ്ലി നമ്മൾ ഏകദേശം 1:3.2 എന്നുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ വെയിറ്റ് ആക്കാം. ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ടാർഗറ്റിലേക്ക് പ്രോപ്പറായിട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ നമ്മൾ ഈ ഒരു പ്രൈസിലേക്ക് ട്രെയിൽ ചെയ്യാം. സോ നമ്മൾ അലേർട്ട് അടിച്ചിട്ടുണ്ട്. കറൻ്റ്ലി ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, ഈ ഒരു ലെവലിലേക്ക് മാക്സിമം ട്രെയിൽ പോകും. അറൗണ്ട് 3.4 എന്നുള്ള ഒരു RR നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഏകദേശം 9,000 റുപ്പീസ് ആയിരിക്കും നമുക്ക് ഏകദേശം ഇത് ഹിറ്റ് ആവുകയാണെങ്കിൽ ഉണ്ടാവുക. 9,000 അടുത്ത് ഇപ്പോൾ 11,600 റണ്ണിങ് ആണ്. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള കംപ്ലീറ്റ് പ്ലാനിലേക്ക് നമുക്ക് നല്ലൊരു എക്സിക്യൂഷൻ എന്തായാലും ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്സൈഡിലേക്ക് ജമ്പ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളൊന്നും കൂടി ട്രെയിൽ ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങോട്ടേക്ക് തന്നെ നമ്മൾ ട്രെയിൽ ചെയ്ത് പോവാണ് മാക്സിമം. സോ 1:4 എന്നുള്ളൊരു RRൽ നമ്മളിപ്പോൾ കറൻ്റ്ലി പ്രോപ്പറായിട്ട് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ പ്രോപ്പർ ട്രെയിലിംഗ് SL ഹിറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാം. 1:4 പ്രോപ്പർലി എടുത്തിട്ടുണ്ട്. നമ്മൾ 3K ആണ് ഇതിൽ റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 12,500 നമുക്ക് അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ പ്രോപ്പർ പ്ലാൻ ആൻഡ് പ്രോപ്പറായിട്ടുള്ളൊരു എക്സിക്യൂഷനാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. സോ ഇതാണ് കറൻ്റ്ലി നമ്മളുടെ ഇന്നത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ. സോ വേറെ പ്ലാൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്ലാനിന് വേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ വീക്കിലി എക്സ്പയറിയാണ് ഞാനിതിൽ എടുത്തിട്ടുണ്ടാവും. സോ ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സോണിൻ്റെ ഒരു ഇക്വിലിബ്രിയം സോണാണ് നമ്മൾ ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു സെല്ല് എഗെയിൻ ഒരു കണ്ടിന്യൂഷൻ പ്രോപ്പറായിട്ടുള്ള ഇവിടെ ഒരു ലോ ടൈം ഫ്രെയിമിൻ്റെ എൻട്രി മോഡൽ, കൺഫർമേഷൻ എൻട്രി മോഡലാണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ അതിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ടാർഗറ്റ് ഒന്ന് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനിയിപ്പോൾ നമ്മൾ പ്ലാൻസോ കാര്യങ്ങളോ ഒന്നും വേറെ നോക്കുന്നില്ല. നമുക്ക് വേണ്ട പ്രോപ്പർ എക്സിക്യൂഷൻ ആൻഡ് ടാർഗറ്റ് നമുക്കിവിടെ കിട്ടി. ഈ ഒരു ബാലൻസ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് ഇവിടെ ബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതിലേക്കൊന്നും നമ്മൾ കറൻ്റ്ലി ഇന്നത്തെ ഒരു പ്ലാനിന് നോക്കുന്നില്ല. കറൻ്റ്ലി ഒരു 1 മണി അടുത്തായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്ലാനിലുള്ള എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ.
എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് നമ്മളുടെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ സെഷൻ? അപ്പൊ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിലെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുള്ളത്? ഒരു വീഡിയോ കണ്ടു, നാളെ പോയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ ഒരിക്കലും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യരുത്. നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള മെയിൻ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? ഒന്ന്, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള റിസ്ക്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള റിവാർഡ്, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മെത്തേഡ്. അപ്പൊ ഇതില് ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് അല്ലെ. അപ്പൊ ഇതിനെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാം? പിന്നെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള സോൺസിനെ കുറിച്ചും പ്രോപ്പർലി ഉള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ്, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട വേറെ കാര്യം എന്താണ്? ഇതില് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, അതിനെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. അപ്പൊ അല്ലാതെ നിങ്ങൾ എല്ലാ സെറ്റപ്പും നാളെ ഇതേപോലത്തെ ഒരു ത്രൂ ഔട്ട് റാലി ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സിസ്റ്റം പ്രോപ്പർലി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എൻ്റെ ഒരു പ്രോപ്പർലി ഉള്ള ബയാസ് പ്ലാൻ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അതിന് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ആവാൻ പറ്റും. സോ അവിടെ ഞാൻ പ്രോപ്പർലി എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റിന്റെ ഡയറക്ഷൻ പ്ലാൻസ് എന്താണെന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡായിട്ട് കംപ്ലീറ്റ്ലി ലേണിംഗ് പർപ്പസ് ആണ്, അതിനുവേണ്ടി മാത്രമല്ല അത് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ പ്രോപ്പർലി നിങ്ങളുടെ സ്റ്റഡീസും കൂടെ ആഡ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇസ്മി അഭിജിത്ത് സൈനിങ് ഓഫ്.